വയനാട്ടിൽ ആദിവാസി വയോധികയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയ സംഭവത്തിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. വീട്ടിച്ചാലിലെ ചുണ്ടമ്മയുടെ മൃതദേഹമാണ് ഇന്നലെ ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകേണ്ടി വന്നത്. ചുണ്ടമ്മയുടെ വീട്ടിൽ നിന്ന് ബിപിൻ സി വിജയൻ ചേരുന്നു. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു ഫയൽ ഷോട്ടാണ്. ബിപിൻ സി വിജയൻ, പറയൂ. SKN മിനിഞ്ഞാന്നാണ് ചുണ്ടമ്മ മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അവർക്ക് ആംബുലൻസ് ലഭ്യമായില്ല. ഏകദേശം 4.5 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് ശ്മശാനത്തിലേക്ക്. അവിടേക്ക് ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് ഇന്നലെ വൈകുന്നേരം വരെ അവർ കാത്തിരുന്നു. അതിനുശേഷം ഓട്ടോറിക്ഷയിലാണ് ഇവിടെ നിന്ന് ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ സാധിച്ചത്. അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്ന് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ആംബുലൻസുകൾ എന്തുകൊണ്ട് ഉണ്ടായില്ല? 2 ആംബുലൻസുകളാണ് ഉള്ളത്. ഇവർ ട്രൈബൽ ഓഫീസിലടക്കം പലതവണ ബന്ധപ്പെട്ടു. പക്ഷേ ഈ ആംബുലൻസ് ഒന്നും കിട്ടിയില്ല. അങ്ങനെയാണ് അവർക്ക് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകേണ്ട അത്രയും ഒരു ഗതികേടുണ്ടായത്. അപ്പോൾ അതിൽ ഒരു പരാതിയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ കുടുംബം രംഗത്ത് വരികയും ചെയ്യുന്നത്. ഇവരുടെ ചുണ്ടമ്മയുടെ കൊച്ചുമകൻ ബാബു ആണ് 24 ചേരുന്നത്. ഇനി എന്താണ് നിങ്ങൾ പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണോ? പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇനി അങ്ങനൊരു ST വിഭാഗത്തിന് അങ്ങനൊരു ബുദ്ധിമുട്ടുകൾ വരാൻ പാടില്ല. കാരണം ഞങ്ങൾ രാത്രി 8 മണിക്കാണ് അമ്മമ്മ മരിക്കുന്നത്. അദ്ദേഹത്തെ നേരം വെളുപ്പിന് 7 മണിയായപ്പോഴത്തേക്ക് പ്രൊമോട്ടറെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പ്രൊമോട്ടറെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് മെമ്പറെ വിളിച്ചു. മെമ്പറെ ഭർത്താവാണ് ഫോൺ എടുക്കുന്നത്. ഭർത്താവ് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ആംബുലൻസിൻ്റെ കാര്യമൊക്കെ ഞാൻ പ്രൊമോട്ടറെ വിളിച്ച് സംഗതി പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രൊമോട്ടർ ഇവിടെ വന്ന് ഒരു 5 മിനിറ്റ് ഇവിടെ നിന്ന് പ്രൊമോട്ടർ ഇവിടുന്ന് പോയി. കാര്യങ്ങളൊക്കെ വണ്ടീൻ്റെ ഒക്കെ ഏർപ്പാട് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓരോരോ പരിപാടി കഴിയുമ്പോഴും ഞങ്ങളിങ്ങനെ പ്രൊമോട്ടറെ വിളിക്കും. ആ പ്രൊമോട്ടർ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കുഴീൻ്റെ പണി കഴിയട്ടെ, അല്ലെ ഇവിടുത്തെ ചടങ്ങ് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് പ്രൊമോട്ടറെ വിളിച്ചു നോക്കുമ്പോൾ പ്രൊമോട്ടർ പറഞ്ഞ് 2 വണ്ടി നമ്മളെ മാനന്തവാടി പഞ്ചായത്തിൽ ട്രൈബലിൻ്റെ ഇതുള്ളൂ. അപ്പോൾ ഒരു വണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിരിക്കുകയാണ്. രണ്ടാമത് ഒരു വണ്ടി ഇങ്ങനെ ഒരു രോഗിയെയും കൊണ്ട് തിരുനെല്ലി പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു ഒരു 2 മണിക്കൂർ, ഒരു 3/4 മണിക്കൂർ കഴിയട്ടെ ഞങ്ങൾ വീണ്ടും വണ്ടി വിടാമെന്ന് പറഞ്ഞു. ചടങ്ങ് കഴിഞ്ഞ് മരിച്ച് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ബോഡി എടുക്കുന്നില്ല. 4 മണി, 2-2:30 മണി, 3 മണി ആവാനായി. 2.5 മണിക്കൂർ, ഒരു 24 മണിക്കൂർ കഴിഞ്ഞ ബോഡി മണക്കാൻ തുടങ്ങി. ബോഡി വയസ്സും ആയതുകൊണ്ട് 90 വയസ്സുണ്ട്. പക്ഷെ അത് മരിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊമോട്ടറിൻ്റെ ഒരു നീക്കുപോക്ക് കൊണ്ട് എന്താക്കി സംഭവിച്ചത്. നീട്ടി കൊണ്ടുപോയി. അങ്ങനെയാണ് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ. അങ്ങനെ നീട്ടി കൊണ്ടുപോയി. സമയം അങ്ങനെ നീട്ടി അവർ കൊണ്ടുപോയി. അങ്ങനെ ലാസ്റ്റ് പ്രൊമോട്ടർ വിളിച്ച് മെമ്പറെ ഞങ്ങൾ രണ്ടാമത് വിളിച്ചു. മെമ്പറെ വിളിച്ചിട്ട് മെമ്പർ പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് ഒരു വണ്ടി വരും. അങ്ങനെ 10 മിനിറ്റ് പോയി. അങ്ങനെ 3 മണി കഴിഞ്ഞിട്ടും വണ്ടിയില്ല. ലാസ്റ്റ് നമ്മളെ കുടുംബക്കാർക്ക് ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷയിലേക്ക് ബോഡി കയറ്റി കൊണ്ടുപോകാൻ ഇടയായി. ട്രൈബൽ ഓഫീസിലാണോ ഇനിയിപ്പോൾ പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ട്രൈബൽ ഓഫീസിലേക്ക് പരാതി കൊടുക്കണം. കാരണം ഇനിയൊരു STക്ക് ഇങ്ങനത്തെ ഒരു ഗതി വരാൻ പാടില്ല. ഒറ്റപ്പെട്ട സംഭവമാണോ? അത് ഇങ്ങനത്തെ ഒരു അവഗണന ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടോ? ഇതിന് മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുൻപൊക്കെ നിന്നായിട്ടും പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്രൊമോട്ടറെ ട്രൈബലിൽ നിന്നോ അങ്ങനത്തെ ഒരു നീക്കുപോക്ക് ഇതുവരെയായിട്ടും വന്നില്ല. നമുക്ക് മാത്രമല്ല, ഇവിടെ താമസിക്കുന്ന ST വിഭാഗത്തിന് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഗതികേട് വന്നിട്ടില്ല. SKN ഇതുപോലെ തന്നെ അപ്പോൾ കടുത്ത പ്രതിഷേധത്തിനെ തുടർന്നിട്ട് ഇവിടെ ഈ പ്രൊമോട്ടറെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങേണ്ടതാണോ? കാരണം ഇതൊരു വലിയ ചർച്ചയാകേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ആംബുലൻസ് ഇനിയിപ്പോൾ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ പോലും ഒരു ആംബുലൻസ് ഇല്ല എന്നുള്ളതോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഇവരുടെ കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു വസ്തുത തന്നെയാണ് ഈ ചുണ്ടമ്മയുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ പറയാനുള്ളത്. അവർ അതുമായി